നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചരിത്രം ധാരാളം പറയാനുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ്. 36ഓളം ബ്രിട്ടീഷുകാരെയും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുതിരയും സംസ്കരിച്ചിരിക്കുന്ന ഈ പള്ളിമുറ്റത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ചരിത്രം കാതുകളിൽ മന്ത്രിക്കുന്നതായിട്ട് തോന്നും. മഞ്ഞു പൊതിയുന്ന സായനങ്ങൾ സമ്മാനിക്കുന്ന കുട്ടിക്കാനത്ത് നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് CSI ദേവാലയത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏതാണ്ട് 150ഓളം വർഷം പഴക്കമുള്ള ഈ ദേവാലയവും അതിന്റെ ചുറ്റുപാടുകളും ഏതൊരു സന്ദർശകനിലും കൗതുകവും ജിജ്ഞാസയും ഉണർത്തുന്നതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ അന്തിയുറങ്ങുന്ന ബ്രിട്ടീഷുകാരെ തേടി അവരുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെ ഇപ്പോഴും ഈ പള്ളിമുറ്റത്തും സെമിത്തേരിയിലും എത്താറുണ്ട്. 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള സൈപ്രസ് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ചരിത്രത്തിന്റെ കുളമ്പടികൾ നമ്മുടെ കാതുകളിൽ അറിയാതെ വന്നലയ്ക്കും. ായിരുന്നു 1869 ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഹെൻറി ബേക്കർ ജൂനിയർ ആയിരുന്നു ഇവിടുത്തെ ആദ്യ പട്ടക്കാരൻ. ആദ്യകാലങ്ങളിൽ ഈ പള്ളിയിൽ ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു ആരാധിച്ചിരുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മലയാളികളെയും തമിഴ് സംസാരിക്കുന്നവരെയും ഈ പള്ളിയിലെ അംഗങ്ങളാക്കി മാറ്റി. അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം സമയം ക്രമീകരിച്ചിരുന്നു. നമുക്ക് ഈ ചാപ്പലിൻ്റെ അകത്തേക്ക് ഒന്ന് കടന്നു പോകാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കസേരകളും മേശകളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഈ പള്ളിയുടെ ഉൾവശത്തെ അലങ്കരിക്കുന്നത്. തികച്ചും ഗോത്തിക് സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ ചെറിയ ദേവാലയത്തിന്റെ ഭിത്തികളിലൊക്കെ പല ബ്രിട്ടീഷുകാരുടെയും പേരുകളേറുന്ന ഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പലരും 1-ാം ലോകമഹായുദ്ധകാലത്തും 2-ാം ലോകമഹായുദ്ധകാലത്തും ബ്രിട്ടനു വേണ്ടി പോരാടി മരിച്ചവരാണ്. ദേവാലയത്തിന്റെ ഭിത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫലകങ്ങൾക്കെല്ലാം ഓരോ ചരിത്രം പറയാനുണ്ട്. പതിമൂന്നോളം ബ്രിട്ടീഷ് പാതിരിമാർ ഈ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പള്ളിയുടെ ചേർന്നുള്ള 1 ഏക്കർ ഭൂമിയിലാണ് ബ്രിട്ടീഷുകാർ അന്തിയുറങ്ങുന്നത്.
ആലീസ് മോഡ് കിർക്ക് 1906 ഫെബ്രുവരി 12 ഈ മാതാമ മരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ധാരാളം ശവകുടീരങ്ങളുള്ള ഈ പള്ളിക്ക് ധാരാളം ചരിത്രവും പറയാൻ കാണും. ഈ കല്ലറകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ധാരാളം ചരിത്രം ഇവർ നമ്മളോട് പറഞ്ഞത്. ഈ മരങ്ങളും ഈ കല്ലറകളും ആ ചാപ്പലുമൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണല്ലോ. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ പലരും ഉറങ്ങുന്ന ഈ ചെറിയ ശ്മശാന ഭൂമി ഒരു ചരിത്രത്തിൻ്റെ കലവറ തന്നെയാണ്. മാർഗരറ്റ് സ്ട്രാങ് എന്ന ബ്രിട്ടീഷുകാരി 1959 ഒക്ടോബർ 17 മരിച്ച അവരുടെ ഹസ്ബൻഡിന് വേണ്ടി 59 മരിച്ച ഹസ്ബൻഡിനെ ഇതാക്കിയിരിക്കുന്ന ശവക്കല്ലറയാണിത്. അധികം പഴക്കമില്ലാത്ത ശവക്കല്ലറയാണ്. SCR റോബിൻസൺ 1948 സ്വാതന്ത്ര്യം കഴിഞ്ഞ സമയത്ത് അടുത്ത സമയങ്ങളിലൊക്കെ മരിച്ച ആൾക്കാരുടെ ശവക്കല്ലറകളാണ് കൂടുതലായിട്ടുള്ളത്. ഇത് in memory of Bridget Mary, daughter of Stanley and Eva Mawson. 1932 ജനിച്ചിട്ട് 34 മരിച്ച ഒരു കുഞ്ഞിൻ്റെ ശവകുടീരമാണിത്. 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞിൻ്റെ തന്നെ ഒരു ചെറിയ മാർബിൾ പ്രതിമ ഇങ്ങനെ ഈ ശവക്കല്ലറയ്ക്ക് മുകളിലുണ്ട്. അതിൻ്റെ കൈകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ശവക്കല്ലറ ഇതിൻ്റെ മാർബിളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സി മെയിലർ ആൻഡ് സൺ, ലണ്ടൻ, ഇംഗ്ലണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന ശവക്കല്ലറയാണ് ഈ കുഞ്ഞിനെ അടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കാണുന്ന ശവകുടീരം ഡൗണി എന്ന ഒരു കുതിരയുടേതാണ്. JD മൺട്രോയുടെ കുതിരയായിരുന്നു ഇത്. അതിനെ ഇവിടെ സംസ്കരിച്ചിരിക്കുന്നു. അങ്ങനെ ധാരാളം ചരിത്രങ്ങളുള്ള ഈ പള്ളിയും ചുറ്റുപാടും ഏതൊരു സന്ദർശകരും കുറേയേറെ കൗതുകം ഉയർത്തുന്നതാണ്. ജോൺ ഡാനിയൽ മൺറോ 1833 ജനിച്ചിട്ട് 1895 ഈ സായിപ്പ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുതിരയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. ഡൗണി എന്നു പേരുള്ള കുതിര, വെളുത്ത നിറമുള്ള കുതിരയായിരുന്നത്. താരതമ്യേന തീരെ ചെറിയൊരു ചാപ്പലാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണിത്. പൈൻ മരമാണ്. ഒരു മരം മുത്തശ്ശി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഈ മരവും വിട്ട് മുന്നോട്ട് നമ്മൾ പടികൾ ചവിട്ടി പോകുന്നത് ഈ ചാപ്പലിൻ്റെ പ്രവേശത്തേക്കാണ്. അൾത്താരയുടെ ഭാഗത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. താരതമ്യേന ചെറിയൊരു പള്ളിയാണ്. പഴയ ബ്രിട്ടീഷ് സ്റ്റൈലിൽ തന്നെ പണിതിരിക്കുന്ന ഒരു ചാപ്പൽ. ഈ കൊച്ചു ചാപ്പലും
സെമിത്തേരിയും ഈ മരങ്ങളും ഒക്കെ ചേർന്നിട്ട് ഈ തരത്തിലൊരു പ്രത്യേകമായൊരു ഭംഗി നൽകുന്നുണ്ട്. നല്ല നിറമുള്ള കാഴ്ചകളും ഓർമ്മകളും തരുന്ന ഈ ദേവാലയവും അതിൻ്റെ പരിസരവും വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങി.